الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون ഏറ്റവും സ്നേഹബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ സഹോദരി സഹോദരങ്ങളെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ ലോകൈക നാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവനിൽ തഖ്വയുള്ളവരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ അടിമകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്ക് വരും, നഷ്ടങ്ങളുണ്ടാവും, സാമ്പത്തികമായും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളെ മക്കളടക്കമുള്ള കുടുംബങ്ങളടക്കമുള്ള ആളുകളിൽ നിന്നുള്ള മരണം, അങ്ങനെ പലതും വിശ്വാസിയെ സംബന്ധിച്ച് പല പരീക്ഷണങ്ങളും കടന്നു പോകുന്നുണ്ട് ജീവിതത്തിൽ. ചിലതൊക്കെ നമുക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് നമ്മൾ പറയും. പക്ഷേ അവിടെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ, സഹിച്ചേ പറ്റൂ. വിശ്വാസികളുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ഗുണത്തെയാണ് റസൂൽ തന്റെ ജീവിതത്തിലൂടെ വരച്ചു കാണിച്ചിട്ടുള്ളത്. ഏതേത് പ്രതിസന്ധികളുണ്ടെങ്കിലും മിക്കവാറും നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. രോഗം വരുമ്പോഴോ ഇതേപോലെ വല്ല മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോഴോ വലിയ വലിയ നഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് മിക്കവാറും നമ്മുടെ മനസ്സൊന്ന് പഴയുക. അതുമല്ലെങ്കിൽ ചികിത്സിച്ച് കുറെ കാലം ചികിത്സിച്ചിട്ടും രോഗം മാറാത്തൊരവസ്ഥ വരുമ്പോഴാണ് മനസ്സിന് വേറെ പല രൂപത്തിലുള്ള ചിന്തകളും വരാൻ. അതിന് പിശാചിന്റേതായ സഹായങ്ങൾ ചില കുടുംബത്തിലെ അംഗങ്ങളെ രൂപത്തിലെങ്കിലും അവർ വന്നിട്ട് ഉപദേശിക്കും, ഈ രൂപം ഒന്ന് നോക്കിയാൽ ചിലപ്പോ രക്ഷപ്പെട്ടേക്കാമെന്ന്. അങ്ങനെ മിക്കവാറും ആളുകൾ അതുവരെ തൗഹീദിൽ ജീവിച്ചിരുന്ന, സുന്നത്തനുസരിച്ച് ജീവിച്ചിരുന്ന മനുഷ്യന്മാരിൽ പല ആളുകളും അങ്ങനെയായിരിക്കാം ഹറാമായ മാർഗത്തിലൂടെയുള്ള രോഗപരിചരണവും ചികിത്സയും തേടി മറ്റുള്ള മാർഗങ്ങളൊക്കെ അവലംബിക്കാറുള്ളത്. സാമ്പത്തികമായ നഷ്ടം സംഭവിക്കുമ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് സമ്പാദ്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെയുമായി
കുടുംബത്തിന്റെയോ സുഹൃത്തിന്റെയോ ഒക്കെ രൂപത്തിൽ ആരെങ്കിലും ഒക്കെ ആയി വരുന്നത്. കുറഞ്ഞ പണങ്ങൾ മുടക്കി കൂടുതൽ ലാഭിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാമെന്ന് അങ്ങനെയുള്ള ചില ധാരണകളും കാര്യങ്ങളും ഒക്കെ മുൻപരിചയങ്ങളും അനുഭവങ്ങളും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഹറാമായ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. നഷ്ടപ്പെട്ട സമ്പാദ്യത്തെ കുറിച്ച് ഓർക്കുകയും അതുവരെ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന മനുഷ്യൻ മിക്കവാറും അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അപ്രകാരമുള്ള മാർഗങ്ങൾ അവർ തേടും. മരണപ്പെടുന്ന സമയം കുട്ടിയോ മക്കളോ അതല്ല എങ്കിൽ മാതാപിതാക്കളോ ഒക്കെ മരണപ്പെടുന്ന സന്ദർഭങ്ങളിലും ഒക്കെ ഇങ്ങനെ പല ചിന്തകളും നമ്മുടെ മനസ്സിൽ കയറി വരാറുണ്ട്. എന്താ പഠിച്ചോ ഇങ്ങനെ പരീക്ഷിക്കണത്, എന്താ പഠിച്ചോ എന്നോട് മാത്രം ഇങ്ങനെ എന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ആളുകളിൽ തന്നെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലൂടെയും ചരിത്ര പുരുഷന്മാരായി അദ്ദേഹത്തിന്റെ മുൻഗാമികളായി ലോകത്തിന് മാതൃക കാണിച്ചു തന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും യുദ്ധവേളകളിലും അല്ലാത്ത സന്ദർഭങ്ങളിലും ഒക്കെ പ്രയാസം നേരിട്ട് അനുഭവിക്കുമ്പോൾ പച്ചക്ക് മനുഷ്യനെ മരത്തിൽ കെട്ടിയിട്ടുകൊണ്ട് പൊരിവെയിലത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആർത്തട്ടഹസിച്ചുകൊണ്ട് അമർന്നടിക്കുമ്പോ അദ്ദേഹത്തെ വേദനിപ്പിക്കുമ്പോ അത് കാണുന്ന തന്റെ കൂട്ടുകാരായിരിക്കുന്ന സഹയാത്രികരായിരിക്കുന്ന സഹാബാക്കൾ റസൂലിനോട് വേവലാതിയും വേദനയും അവതരിപ്പിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ക്ഷമിക്കാനും സഹിക്കാനും അല്ലാഹു നമുക്ക് മനസ്സ് നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാകണം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ രക്ഷിതാവിന്റെ തവക്കുലിനപ്പുറം മറ്റൊന്നും സഞ്ചരിക്കാൻ പാടില്ല, മനസ്സ് വിട്ടുപോകാൻ പാടില്ല. വിശ്വാസിയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ഗുണത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിരുന്നു. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തേ പറ്റൂ. ഏതേത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹുവിൽ തവക്കുൽ ചെയ്തേ പറ്റൂ. എന്ത് ഈമാൻ ഉള്ളവരാണ് എന്ന് വെച്ചാൽ ഈമാൻ നഷ്ടപ്പെടും. തവക്കുൽ ഒഴിവായി കഴിഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെടും. ഈമാൻ നഷ്ടപ്പെടുന്നവർക്ക് തവക്കുൽ ഒഴിവാകുകയുള്ളൂ എന്ന്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത് വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്. ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന്. പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും വിശ്വാസികൾ ഒന്നാകണം. വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളേണ്ടതുണ്ട്. അഥവാ അല്ലാഹുവിനെ സ്മരിക്കുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന വേളയിൽ, പറയപ്പെടുന്ന വേളയിൽ അല്ലാഹുവിന്റെ ജലാലിയത്തിനെ കുറിച്ചും മഹത്വത്തെ കുറിച്ചും അവന്റെ അദാബിനെ കുറിച്ചും അവന്റെ ശഫാഅത്തിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അവന്റെ ജന്നത്തിനെയും നരകത്തെയും ഒക്കെ കുറിച്ച് ഓർത്തുകൊണ്ട് തീർച്ചയായും തഖ്വയുള്ള മനസ്സിനുടമയാകാൻ അല്ലാഹുവിനെ ഓർക്കാൻ തന്നെ ധാരാളമാണ്, ഓർത്താൽ തന്നെ ധാരാളമാണ്. വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുക തന്നെ ചെയ്യും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അവരുടെ അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ മുമ്പിൽ എങ്ങാനും ഓതപ്പെട്ടു കഴിഞ്ഞാൽ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത്, ദുരിതങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നേരത്ത്, നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന നേരത്ത്, ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ കുറിച്ച് അവന്റെ മുമ്പിലെങ്ങാനും മുഅ്മിനിന്റെ മുമ്പിലെങ്ങാനും ഓതപ്പെട്ടു കഴിഞ്ഞാൽ സാദതുഹും ഈമാനാ, ഈമാൻ വർദ്ധിക്കേണ്ടതുണ്ട്, വർദ്ധിക്കണം. രണ്ട് കാര്യമാണ് അവിടെ. ഒന്ന്, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അള്ളാന്റെ ആയത്തുകളെ സമീപിക്കുക, ഖുർആൻ എടുത്ത് ഓതുക, ഖുർആനിലേക്ക് മടങ്ങുക. അപ്പൊ സാദത്തുഹും ഈമാൻ, അവർക്ക് ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, മാത്രവുമല്ല അതിലൂടെ അവർക്ക് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ സാധിക്കും. ഏതേത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു, ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ നീ ഭരമേൽപ്പിക്കണം പ്രവാചക. ഇന്നക അലൽ ഹഖിൽ മുബീൻ, കാരണം പ്രയാസം ഉണ്ടാക്കുന്നവർ ചുറ്റുമുണ്ട്, പ്രതിസന്ധി തീർക്കുന്നവർ നിനക്ക് മുമ്പിലുണ്ട്. അവരെല്ലാം തന്നെ അസത്യത്തിന്റെ ആളുകൾ തന്നെയാണ്, ബാത്തിലിന്റെ ആളുകളാണ്. ഇന്നക അലൽ ഹഖിൽ മുബീൻ,
വ്യക്തമായ വിജയത്തിന്റെയും അതോടൊപ്പം തന്നെ സത്യത്തിന്റെയും ആളാണ് താങ്കൾ. അതുകൊണ്ട് അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവുക വിശ്വാസികൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും മുഖ്യമായ കാര്യമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യാൻ, ഭരമേൽപ്പിക്കാൻ, പടച്ചോനെ നീ അല്ലാതെ വേറെ ആരുമില്ല എന്ന ചിന്ത ഉണ്ടാകാൻ വിശ്വാസിക്ക് എപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബാക്കളോട് പറഞ്ഞിരുന്നു. മാത്രവുമല്ല റസൂലിന്റെ പ്രാർത്ഥനകൾ തന്നെ എങ്ങനെയാണ്? അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ ഞാൻ നിനക്ക് ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു, വബിക ആമൻതു നിന്നിൽ ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, വഅലൈക തവക്കൽതു ഞാൻ എല്ലാ എന്റെ കാര്യവും നിന്നോട് ഇതാ തവക്കുൽ ചെയ്തിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു, വഇലൈക അനബ്തു ഞാൻ നിന്നിലേക്ക് ഇതാ എല്ലാം മടക്കി വെച്ചിരിക്കുന്നു അഥവാ മടങ്ങി വന്നിരിക്കുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും തന്നിലേക്ക് ഞാൻ അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ മടക്കിയിരിക്കുന്നു. വബിക ഖാസംതു നിന്റേതായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്റേതായ സഹായം കൊണ്ട് ഞാൻ എന്റെ ശത്രുക്കളോട് എന്റെ അടുത്തുള്ളവരോട് ഞാൻ തർക്കിക്കുകയും അതോടൊപ്പം തന്നെ വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. റസൂലാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുകയാണ്, നിന്നിലാണ് ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നത് എന്ന്. അഥവാ തന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത തനിക്ക് കഴിയില്ലെന്ന ബോധമുള്ള സമയത്ത് എന്റെ കാര്യങ്ങളെ ആരാണ് നിയന്ത്രിക്കുകയും നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉത്തരം അല്ലാഹ് എന്ന് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോഴാണ് വിശ്വാസി തവക്കുൽ ചെയ്യുന്നവരായിരിക്കുന്ന വിശ്വാസിയുടെ മനസ്സ് ഏറ്റവും നന്നായി അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാനാണ്. അതാ തവക്കുലിന്റെ നിർവചനമായിട്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ കാര്യം ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്ന നേരത്തെ ഇനി ആരാ നമുക്ക് കാര്യം മുന്നിലുള്ളത്? അള്ളയാണ് എന്ന ആ ഒരു ചിന്ത ഉണ്ടാവും. മറ്റൊരു ചിന്തകളും കടന്നു വരാതിരിക്കാനുള്ള പിന്നെ ഗൗരവമായിരിക്കുന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഇല്ല എങ്കിൽ ഈമാൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. തവക്കുൽ ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് 8-10ഓളം ഗുണങ്ങളെ ഖുർആനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത് ഹറാമിൽ നിന്ന് വിട്ടുക്കാൻ പറ്റില്ല. ഹറാമായ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഹറാമായ ചികിത്സയും ഹറാമായ സമ്പാദ്യവും ഒരു മനുഷ്യൻ മിക്കവാറും അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് എപ്പോഴായിരിക്കും? നഷ്ടമോ രോഗമോ ഒക്കെ കഠിനമായിരിക്കുന്ന സമയത്തായിരിക്കും ഹറാമിനെ കുറിച്ച് അറിയിക്കുക. അപ്പൊ തവക്കുലുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ പ്രയാസത്തെക്കാൾ പ്രയാസങ്ങൾ അനുഭവിച്ച എന്റെ മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്, അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, എന്റെ എല്ലാ പ്രയാസവും പടച്ചോൻ നിവർത്തിച്ചു തരും, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന ചിന്ത ഉണ്ടെങ്കിൽ ഹറാമായ മാർഗത്തിലൂടെ ഒരു പൈസ സമ്പാദിക്കൂല, ഹറാമായ മാർഗത്തിലൂടെ ചികിത്സ തേടി മുന്നോട്ട് പോകൂല, ഹറാമായതായിരിക്കുന്ന ഒരു ഉറുക്കോ മന്ത്രോ ഏലസോ കാര്യങ്ങളോ ഒന്നും തന്നെ കയ്യിൽ ഉണ്ടാവുകയില്ല, അതിനാരോടും പ്രേരിപ്പിക്കൂല. കാരണം എന്താ? റബ്ബ് ഉണ്ടല്ലോ, അള്ളണ്ടല്ലോ. അള്ളാഹുവിനപ്പുറം നമുക്ക് തവക്കുൽ ചെയ്യാൻ വേറെ ഏത് ചരടനാണ് കഴിയുക? വേറെ ഏത് തങ്ങൾക്കോ ഏത് ബീവിക്കോ ഏത് ജിന്നിനോ ആണ് കഴിയൂല. അവർ റബ്ബ് മതി എന്ന ചിന്തയുണ്ടാകുമ്പോൾ, റബ്ബിൽ തവക്കുൽ ചെയ്യാനുള്ള വിശ്വാസിയുടെ മനസ്സുണ്ടാകുമ്പോൾ അവന്റെ ഹറാമായിരിക്കുന്ന ഒരു കാര്യവും അവൻ ചിന്തിക്കൂല. അപ്പൊ തവക്കുൽ ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് ഒന്നാമത് ഹറാമായ എല്ലാ കാര്യത്തിൽ നിന്നും അള്ളാഹു വിടുതൽ കൊടുക്കുന്നു. പലിശയുമായി ബന്ധപ്പെടുന്ന മനുഷ്യന്മാരില്ലേ, എന്താ പറയാറുള്ളത്? ഇതൊന്നും ഇപ്പൊ അല്ലാതെ കഴിയുമെന്നാ ചെയ്യുന്നത് അല്ലെ? എന്ന് വെച്ചാൽ എന്താ? തവക്കുൽ നഷ്ടപ്പെടുകയാണ്. തവക്കുൽ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് 10,000 മാസത്തില് പലിശ കൊടുത്താലും വേണ്ടില്ല എന്നൊരു വാദത്തിലേക്ക് നീങ്ങാൻ പറ്റുക? 1,00,000 വരുമാനം വരുന്ന ഒരു പരിപാടിക്ക് ഇറങ്ങാൻ 10,000 രൂപ ചിലപ്പോൾ പലിശ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 അല്ലേ, അല്ലെങ്കിൽ ഒരു മാസം 2 മാസമല്ലേ കൊടുക്കേണ്ടതുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ശരിയാകുമല്ലോ. ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോവാം എന്ന ചിന്തകളിലൂടെയും വർത്തമാനങ്ങളുടെയും പിശാച് നമ്മളെ കൊണ്ടെത്തിക്കാനുള്ള കാരണം തവക്കുൽ നഷ്ടപ്പെടുമ്പോഴാണ്. തവക്കുൽ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. തവക്കുൽ നഷ്ടപ്പെടാത്തവന്റെ ഗുണം അവൻ ഹറാമിലേക്ക് പോവുകയില്ല. രണ്ടാമത് മനസ്സമാധാനം ഉണ്ടാവും. മുക്കുവനെ കുറിച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരണം പറയാറുണ്ട്. അവൻ തവക്കുൽ ചെയ്തിട്ടാണ് കടലിലേക്ക് ഇറങ്ങുന്നത്. ഒരു പ്രതീക്ഷയും ഇല്ലാതെ, പക്ഷിയെ പോലെയാണ്, ഒരു പ്രതീക്ഷയും ഇല്ലാതെ അവൻ അങ്ങോട്ട് പോകും. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും അവന്റെ കയ്യിലുള്ള വലകൾ പലതുകൊണ്ടും നശിച്ചില്ലാതെയാവുകയും കീറിപ്പോവുകയും ചെയ്ത് ഒരു തരി മീനെങ്കിലും തന്റെ കയ്യിലില്ലാതെ മടങ്ങി വരുന്ന ഭർത്താവിനെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അതിനു മാത്രം വലിയൊരു സമ്മാനം ഈ ഭൂമി ലോകത്ത് ലഭിക്കാനില്ലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുക്കുവന്റെ ഉദാഹരണം പഠിപ്പിച്ചത് കഥ പറയാനല്ല, സഹോദരിമാരെ നമുക്ക് മനസ്സിലാക്കി തരാൻ. മക്കളെ കല്യാണം കഴിപ്പിക്കുന്ന നേരത്തെ, അതുമായി ബന്ധപ്പെട്ട് വീടെടുക്കുന്ന നേരത്തൊക്കെ 40 ലക്ഷത്തിന്റെയും 50 ലക്ഷത്തിന്റെയും വീടെടുക്കും. ആദ്യം നമ്മളെ മിക്കവാറും നമ്മുടെ സഹോദരിമാരാ പറയാം, എന്റെ പൊന്നുണ്ടല്ലോ കൊണ്ടുപോയി പണയം വെച്ചാൽ മതിയല്ലോ.
സർവ്വസാധാരണമായിട്ട് നമ്മൾ നടക്കുന്ന കാര്യം. ഹറാമായ അന്ന് മുതൽ ഹറാമായ ആ ഡേറ്റ് മുതൽ ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള അനുഭവങ്ങളിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ. പണയം വെച്ച് അതിന്റെ പൈസയുമായി ഇങ്ങോട്ട് വരുമ്പോൾ മാസാമാസങ്ങളിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പലിശ ഹറാമാണെന്ന ബോധം നമുക്കില്ല. വണ്ടി എടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഹറാമായ പലിശ കൊണ്ടെടുത്ത വണ്ടിയുടെ നമ്മുടെ കയ്യിൽ. എന്താ കാരണം പറയാം? അതൊന്നുമില്ലാതെ കഴിയും, അതൊന്നുമില്ലാതെ കഴിയും. പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളതാണ്. എന്നാലും നമുക്ക് പിന്നെയും ആ ഒരു ധാരണയാണ് അതൊന്നുമില്ലാതെ കഴിയില്ല തോന്നാണ്. വിശ്വാസികളായിട്ടുള്ള പാവപ്പെട്ടവന്റെ അടുക്കലേക്ക് ചെന്ന് നോക്കുക. അവന്റെ മനസ്സമാധാനം എത്രമാത്രം ഉണ്ടാകുമെന്ന്. കിടന്നുറങ്ങാൻ കഴിയൂ? പലിശയുമായി മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസികൾ കടന്നുറങ്ങാൻ കഴിയും രാത്രി. പക്ഷെ അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചു നോക്കൂ, എന്ത് മനസ്സമാധാനിക്കും ഉണ്ടാവുക കിടന്നുറങ്ങാന്? രാവിലെ എണീക്കുമ്പോ ജോലിക്ക് പോകണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. രാത്രിയിൽ അവന് സുഖമായി കടന്നുറങ്ങാൻ പറ്റും. ഹറാമായ മുതൽ തിന്നുകയോ ഹറാമായ പലിശ ഭജിക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം കടന്നുറങ്ങാൻ ഒരു സമാധാനം ഉണ്ടാവും. കാണുമ്പോ പുറത്തൊക്കെ നല്ല ജാടയും ഭാവഭാവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മനസ്സിന് സമാധാനം പടച്ചോൻ കൊടുക്കൂല. അത് അല്ലാഹുവിന്റെ നിയമമാണ്. ഹറാമായ ഭക്ഷണം കഴിക്കുന്നവന് അല്ലാഹു സമാധാനം കൊടുക്കൂല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. എല്ലാം സർവശക്തനിലേക്ക് ഏൽപ്പിച്ചതിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൽ ഏറ്റവും സത്യസന്ധമായ തവക്കുൽ ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് സത്യസന്ധമായി അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ധരിച്ചുകൊണ്ട് പറയാം. എന്ത്? വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിൽ യഥാർത്ഥമായ തവക്കുൽ ചെയ്തുകൊണ്ട് ആരെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ കഴിയില്ലെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അത് കിട്ടുക തന്നെ ചെയ്യും. തവക്കുൽ അത്രമാത്രം നല്ല മനസ്സുള്ള തവക്കുലായി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. മൂന്നാമത് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെയും കൊച്ചുമകനെയും ഭാര്യയെയും ആരോരുമില്ലാത്തൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുകൊണ്ട് പോകാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യമുള്ള ആരെങ്കിലും അവർ പോകുമ്പോ കണ്ടോളൂ വിചാരിച്ചു കാണാം. അല്ല, അല്ലാഹു ഉണ്ടെന്ന ഒറ്റ തീരുമാനമാണ്. തിരിഞ്ഞു നിന്നുകൊണ്ട് ഭാര്യ ചോദിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും തിരിഞ്ഞു വിളിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവസാനമായിരിക്കുന്ന ഒരു ചോദ്യം, ആ അല്ലാഹുവാണോ അമറക ബിഹാദാന? ഇത് കൽപ്പിച്ചത് അല്ലാഹുവാണോ? അദ്ദേഹം അതിന് മാത്രമേ മറുപടി കൊടുത്തുള്ളൂ, അതേ എന്ന്. ഖാല നഅം. ഇതിന് മാത്രമേ അദ്ദേഹം മറുപടി കൊടുത്തുള്ളൂ, വേറെ ഒരു വിളിക്കും അദ്ദേഹം ഉത്തരം കൊടുത്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി ഉണ്ട്, എങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല, അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനോളം ഏറ്റെടുക്കുന്നവനെ വേറെ ഇല്ലല്ലോ, താങ്കൾക്ക് പോകാമെന്ന്. ഈ ഒരു സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ ആരെങ്കിലും ബലമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ തന്നെ മതി, അല്ലാഹു മതി. ആ ചിന്ത ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകാനാണ്. നാലാമത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തവക്കുൽ ചെയ്യുന്ന വിശ്വാസിക്ക് അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേറെന്താ വേണ്ടത്? ഇവിടുന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ കഴിയില്ലേ സഹോദരങ്ങളെ? ഏറെ പ്രതീക്ഷയോടെ വളർത്തിയെടുക്കുന്ന മക്കൾ തന്റെ മടിയിൽ കിടന്ന് മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ? ഇന്നലെ മിനിഞ്ഞാന്നാണ് ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുഞ്ഞുമോൻ, 9 വയസ്സുകാരൻ. അവൻ സ്ഥിരമായി നീന്തി കളിക്കുന്ന പുഴയിൽ അവന്റെ കുഞ്ഞു അനുജനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അവൻ മുങ്ങി മരിച്ചു. ആ മനസ്സിന്റെ വേദന ഇപ്പോഴും ഞങ്ങൾക്കൊന്നും വിട്ടുമാറി. അത്രത്തോളം എല്ലാ കാര്യത്തിലും മുന്നിലുള്ളവൻ, സ്കൂളിന്റെ ലീഡറായിരുന്നവൻ, കലാപരിപാടികളിലാകട്ടെ, കായിക മേളകളിലാകട്ടെ, ഇനി മറ്റുള്ള വിഷയങ്ങളിലാകട്ടെ, കളികളിലാകട്ടെ, പഠനത്തിന്റെ കാര്യത്തിലാകട്ടെ, എല്ലാ കാര്യത്തിലും നല്ല മിടുമുടുക്കുള്ള കുഞ്ഞുമോൻ. മാതാപിതാക്കളാണെങ്കിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ, അത്രമാത്രം അവന്റെ ഓരോ തരിമ്പ് വളർച്ചയിലും അത്രയേറെ പ്രതീക്ഷയോടുകൂടെ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ, നാട്ടിൽ നടക്കുന്ന സകല നന്മകളിലേക്കും തന്റെ കൈമൈ മറന്നുകൊണ്ട് പിന്നെ സമ്പത്ത് ചെലവഴിക്കുന്ന രക്ഷിതാക്കൾ. ആ രക്ഷിതാക്കളുടെ കൈകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൊട്ട് മുമ്പിൽ വെച്ച്, തൊട്ടപ്പുറത്ത് വെച്ച്, അവരുടെ കൂടെ സാന്നിധ്യത്തിൽ ഉമ്മയുടെയും അതോടൊപ്പം തന്നെ സഹോദരങ്ങളുടെയും ഒക്കെ സാന്നിധ്യം വെച്ചിട്ടാണ് ആ കുഞ്ഞുമോനെ അല്ലാഹു തിരിച്ചു വിളിച്ചത്. അത്രയും സങ്കടം നമുക്ക് ദുനിയാവിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും? നമ്മൾ വലുതാകുന്നത് നോക്കി നമ്മളെല്ലാം തന്നെ എല്ലാ നഷ്ടങ്ങളും എല്ലാ സന്തോഷങ്ങളും ആ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് അങ്ങനെ വളർത്തിയെടുക്കുന്ന കുഞ്ഞു മക്കൾ ഒരു ദിവസം പൊടുന്നനെ ഇല്ലാതാകുന്ന ആ ഒരു വേദന ആലോചിച്ച് നോക്കേ.
അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചു തന്നു. അതിൽ ക്ഷമിക്കുകയും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടം തീർച്ചയായും അവർക്ക് ഉണ്ടാകുമെന്ന് മാത്രമല്ല, അവരിലൂടെ ആ ഒരു സംഭവത്തിലൂടെ ഈ മാതാപിതാക്കൾക്ക് ക്ഷമയും തവക്കുലും കൈമുതലാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകാൻ അത് കാരണമായേക്കാമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാൻ ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. നീ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, മുതവക്കിലീങ്ങളായിട്ടുള്ള അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അഞ്ചാമതായി റസൂൽ പറഞ്ഞു, പിശാചിന്റെ പ്രശ്നങ്ങൾ അവനെ ബാധിക്കാതിരിക്കും അല്ലാഹുവിൽ കൃത്യമായി തവക്കുൽ ചെയ്യാനെങ്കിൽ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് പല സമയങ്ങളിൽ പിശാച് ശൈത്താൻ അദ്ദേഹത്തെ വസ്വാസിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വരുന്ന വഴിയിൽ നിന്ന് പിന്നീട് ശൈത്താൻ വഴിമാറി സഞ്ചരിക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തവക്കുലും ധൈര്യവും അത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിൽ നിന്നുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവന്റേതായിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിൽ തവക്കുൽ ഉണ്ടാകാതെ വേറെ മാർഗമില്ല. ആറാമതായി റസൂൽ പറഞ്ഞു, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗപ്രവേശനമാണല്ലോ. അത് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിലോ, സ്വർഗ്ഗപ്രവേശനം എന്നത് വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യവും താല്പര്യവുമാണ്. എങ്കിൽ അത് വിചാരണ കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്യുമെങ്കിലോ, അതിന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുമെങ്കിലോ അത് തവക്കുലുള്ളവർക്കാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന നാളിൽ, ഖിയാമത്ത് നാളിൽ ഓരോ പ്രവാചകന്മാരെയും അവരുടെ അനുയായികളെയും അല്ലാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കാണിക്കപ്പെട്ടു. ഉള്ള ചക്രവാളങ്ങൾ മുട്ടയുള്ള വാളുകളുമായി പ്രവാചകൻ നടന്നു പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, അത് താങ്കളും താങ്കളുടെ ഉമ്മത്തുമാണെന്ന്. എന്നിട്ട് അവിടെ ഒരു വിശേഷണം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അവരിൽ 70,000 വരുന്ന ആളുകൾ, 70,000 വരുന്ന ആളുകൾ ആദി ഉമ്മത്തുക വയദഖുലുൽ ജന്നത മിൻ ഹൗലാഇ 70,000 ബിഗൈരി ഹിസാബിൻ, ഒരു വിചാരണയും കൂടാതെ അതിൽ വരുന്ന 70,000 വരുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗപ്രവേശനം നൽകുക തന്നെ ചെയ്യും. എന്തായിരുന്നു അവരുടെ പ്രത്യേകതയായി പഠിപ്പിക്കപ്പെട്ടതെന്ന് അറിയുമോ? അല്ലദീന ലാ യസ്തഖൂന വലാ യതതയ്യറൂന വലാ യഖ്തഊൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ അവരുടെ പ്രയാസങ്ങളോ മറ്റോ ഉണ്ടാകുന്ന നേരത്ത് പ്രശ്നം വെക്കാനോ അതല്ല എങ്കിൽ മന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഗൂഢമായിരിക്കുന്ന തന്ത്രമന്ത്രങ്ങളിലൂടെയോ അപ്രകാരമുള്ള കാര്യങ്ങളിലൂടെ ചികിത്സ നേടുകയോ ചെയ്യാത്തവരായിരുന്നു. അവർ അവരുടെ റബ്ബിനെ തവക്കുൽ ചെയ്യുന്നവരായി എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ഏത് കാര്യങ്ങളും എല്ലാ സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന നേരത്താണ് കൊണ്ടുകൊണ്ട് പറയാൻ കാരണം, അപ്പോഴേ നമുക്കൊക്കെ മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ. അവിടെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ ഒരു ഈമാനുള്ള വിശ്വാസിക്ക് അല്ലാഹു വിചാരണ കൂടാതെ സ്വർഗ്ഗപ്രവേശനം ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ മാത്രമല്ല, ഇവിടെയും ഉപജീവനം കിട്ടുമെന്ന് റസൂൽ മറ്റൊരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂൽ കള്ളം പറയില്ലല്ലോ, റസൂൽ കള്ളം പറയില്ല. ആ റസൂലാ പറഞ്ഞത്, ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിൽ യഥാർത്ഥ ബോധത്തോടു കൂടെ നിങ്ങൾ തവക്കുൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, ലറുസിഖതും കമാ തുർസഖു തയ്റു തഗ്ദു ഹിമാസൻ വതറൂഹു ബിതാന, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വിഭവങ്ങളിൽ ഉപജീവനത്തിൽ വർധനവുണ്ടാക്കി തരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലാഹു ഉപജീവനം നിങ്ങൾക്ക് നൽകും. ഏതുപോലെ എന്നറിയോ? കമാ തുർസഖു തയ്റു, ഒരു പക്ഷിക്ക് അല്ലാഹു ഭക്ഷണം നൽകുന്നത് പോലെ. അതെവിടെങ്കിലും കൂലിവേലക്ക് പോയിട്ടല്ലോ ഭക്ഷണം നൽകുന്നത്. അല്ലാഹു അതിന് എന്തായാലും അതിനെ സൃഷ്ടിച്ചിട്ടുണ്ടോ, അത് രാവിലെ പുറപ്പെടും, വയറൊട്ടിക്കൊണ്ട് അത് രാവിലെ പുറപ്പെടുകയും വയർ നിറഞ്ഞ രൂപത്തിൽ തന്റെ കുഞ്ഞിനുള്ള ഭക്ഷണവുമായി, കൊക്കിൽ ഭക്ഷണവുമായി അത് തന്റെ കൂട്ടിലേക്ക് മടങ്ങി വരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേ പ്രകാരം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ നിങ്ങൾ താല്പര്യം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അല്ലാഹു ഉപജീവനം നൽകും. പട്ടിണിക്കിടൂല, തവക്കുൽ ഉണ്ടായാൽ മതി. അപ്പൊ പട്ടിണിയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതോ ഒന്നുകിൽ നമ്മൾ തവക്കുൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതല്ല എങ്കിൽ അത് അല്ലാഹു നമുക്ക് നൽകിയ ഒരു പരീക്ഷണമായി കാണാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സുണ്ടാകണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇങ്ങനെ ഏറ്റവും ഉചിതമായ തീരുമാനങ്ങളിലൂടെ അഥവാ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന നേരത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നേരത്ത് തവക്കുൽ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ഒരു കാരണവശാലും മനസ്സിന് ചാഞ്ചല്യമില്ലാതെ, ചിന്തകൾക്ക് ഒരിക്കലും തന്നെ ചാഞ്ചല്യമില്ലാതെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള ബോധവും അറിവും അതിനുള്ള തയ്യാറെടുപ്പും നമുക്ക് ഉണ്ടാകണം. അല്ലാഹുവിന്റെ ഖുർആനിൽ والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സന്തോഷപൂർണ്ണ ജീവിതം നയിക്കാൻ കഴിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗമെന്ന ആരാമഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന സബറു, അത് ക്ഷമിക്കാൻ കഴിയുന്ന ആളുകളാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ക്ഷമിക്കുന്നതോടൊപ്പം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ കഴിയുന്നവരുമായിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം നമുക്ക് എന്താ വേണ്ടത്? 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്താണെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, വീണ്ടും അതിനുള്ള ഹലാലായ മാർഗത്തിലൂടെയുള്ള മുന്നോട്ട് പോക്കും അതോടൊപ്പം തന്നെ ക്ഷമയോടുകൂടെയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ അതിന് പകരമായി സ്വർഗം നിങ്ങൾക്ക് അല്ലാഹു തരും. അല്ലദീന സബറു, ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, നിങ്ങൾ തവക്കുൽ ചെയ്യാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പകരം അല്ലാഹു സ്വർഗം നൽകും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് എന്താ വേണ്ട സഹോദരങ്ങളെ? മേലേക്ക് വലിക്കുന്ന ശ്വാസം താഴേക്ക് വരാത്തൊരവസ്ഥ നമുക്കൊക്കെ വരില്ലേ? അത് പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവില്ല. അല്ലാഹു നമ്മുടെ ഒക്കെ മരണവും അവസാനവും ഏറ്റവും നല്ല ഖൈറിലാക്കി നൽകുമാറാകട്ടെ. മുഅ്മിനുകളുടെ മരണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു സന്തോഷകരമായിരിക്കുന്ന സ്വർഗം തവക്കുൽ കൊണ്ടുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. പിന്നെ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ റസൂൽ പറയാം, ഏതേത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് പിടിച്ചു നിൽക്കാനുള്ള ശക്തി മനസ്സ് അല്ലാഹു നൽകുന്നത് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അത് കിട്ടുള്ളൂ. അത് പെട്ടെന്ന് കിട്ടുന്നില്ല. ഞാൻ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാണെന്ന് അവർക്ക് നടക്കാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കെട്ടിയിടണം, എന്നിട്ട് തവക്കുൽ ചെയ്യണം. ഒട്ടകത്തെ നീ കെട്ടിയിടണം, എന്നിട്ട് തവക്കുൽ ചെയ്യണം. അതല്ലാതെ ഞാൻ തവക്കുൽ ചെയ്യാണ്, ഞാൻ അല്ലാഹുവിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോടും ചിലപ്പോൾ കെട്ടിക്കൊള്ളണമെന്നില്ല. മനസ്സിലായല്ലോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുക, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. തവക്കുൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ ലൻ യുസീബനാ, ഒന്നും നമുക്ക് ഏൽക്കുകയില്ല തന്നെ, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്ക് വിധിച്ചിട്ടല്ലാതെ. ഇതാണ് തവക്കുലിന്റെ ഒന്നാമത്തെ ഘട്ടം. അത് അല്ലാഹു തന്നതാണ്. സന്തോഷമാണോ? അല്ലാഹു തന്നതാണ്. സങ്കടമാണോ, സന്താപമാണോ, പ്രയാസമാണോ, പ്രതിസന്ധികളാണോ, അല്ലാഹു തരാത്തതായ ഒരു പ്രതിസന്ധിയും മറ്റൊരു ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാവുകയില്ല തന്നെ. ഹുവ മൗലാന, അവനാണ് നമ്മുടെ മൗല. എല്ലാം നൽകുന്നവനും തിരിച്ചെടുക്കുന്നവൻ അവൻ തന്നെയാണ്. വഅലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികളായിട്ടുള്ളവർ തവക്കുൽ ചെയ്യട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു മതിയായവനാണ്, അല്ലാഹു പോരാത്തവനല്ല ഒരാൾക്കും. അല്ലാഹു മതി നമുക്ക് ഏത് വിഷയങ്ങളിലും, ഏത് പ്രശ്നങ്ങളിലും. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമുക്ക് ഉപജീവനം നൽകാൻ കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. അല്ലാഹു എല്ലാ കാര്യത്തിലും ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത സംഭവമാണ് ഒക്കെ. നമ്മൾ വിചാരിക്കും നമ്മളെ കഴിവ് കൊണ്ടും, നമ്മളെ പഠനം കൊണ്ടും, നമ്മുടെ അധ്വാനം കൊണ്ടും, നമ്മുടെ വലിപ്പം കൊണ്ടും, നമ്മുടെ സ്വാധീനം കൊണ്ടൊന്നും കിട്ടിയാണല്ല. അല്ലാഹു നിശ്ചയിച്ചതേ നമുക്ക് കിട്ടുള്ളൂ, അല്ലാഹു നിശ്ചയിച്ചതേ നഷ്ടപ്പെടുള്ളൂ. ഈ ഒരു ചിന്തയുള്ളവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം ഇരു ലോകത്തും ഇവിടെയും അവിടെയും നൽകുക എന്ന് അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവിന്റെ ഖുർആനും ഒരുപോലെ നമുക്ക് പഠിപ്പിച്ചു. നഷ്ടങ്ങൾ ഉണ്ടാവും, കഷ്ടതകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, ദുരിതങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ദുരനുഭവങ്ങൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അവിടെ ഒക്കെയും അല്ലാഹുവിനെ മറക്കാതെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള മനസ്സാണ് വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. അത്തരം വിശ്വാസികൾ ഉൾപ്പെടാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുക, ഈമാനോടുകൂടെ ജീവിക്കുകയും ഈമാനോടുകൂടെ മരണപ്പെടുകയും ചെയ്യാനുള്ള പ്രയത്നവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുവേ, കിതാബും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകുകയും അതോടൊപ്പം ഈമാനും തൗബയോടും കൂടെ നിന്നിലേക്ക് മടങ്ങി വരാനുള്ള മഹത്തായ ഭാഗ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണം എന്ന് റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്.
ഇത് നമ്മളും പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതേത് പ്രയാസങ്ങളിലും അള്ളാഹുവിൽ നിന്ന് അകലാതെ അള്ളാഹുവിൽ ഹഖ് തവക്കുൽ, ഏറ്റവും നല്ല തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ചെറുതും വലുതുമായി ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവെ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ഗുരുനാഥന്മാരെ, ഞങ്ങളുടെ ഉസ്താദുമാരെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, ഞങ്ങൾ സ്നേഹിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ അല്ലാഹുവേ, അവരിൽ നിന്ന് 6 അടി മണ്ണിൽ അവരുടെ ഖബറിടങ്ങളിലാണ് അല്ലാഹുവേ അവരുടെ പ്രകാശപൂരിതമാക്കി കൊടുക്കണേ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും സ്വർഗ്ഗപൂങ്കാവനത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമായി എന്നതിന്റെ പേരിൽ മാത്രം പ്രയാസം അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ഫലസ്തീനിലെ മക്കൾ അടക്കമുള്ള ആളുകൾക്ക് അല്ലാഹുവേ മനസ്ഥൈര്യം നൽകുകയും സന്തോഷവും സമാധാനവുമായിരിക്കുന്ന ജീവിതം അവർക്ക് ഈ ലോകത്ത് നൽകണേ റഹ്മാനെ. അവരുടെ മനസ്സിന് എപ്പോഴും ഈമാനിന്റെ ബലം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടവരെ ഷഹീദിന്റെ പദവി നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين والحمد لله.